ഹായ് ഹലോ ഇറ്റ്സ് മീ കാവ്യ. മാസ്റ്റർ ശ്രീ ആദിശ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്, നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരു വ്യക്തിയെ ഓർത്തിരിക്കുന്നു. ആ ഒരു വ്യക്തി നമ്മുടെ കൂടെ ഇല്ല, ഇപ്പോൾ നമ്മളെ ഇട്ടിട്ട് പോയി. എങ്കിലും നമ്മൾ ആ ഒരു വ്യക്തിയെ ഒരുപാട് സ്നേഹിക്കുന്നു. പക്ഷെ ആ ഒരു വ്യക്തിക്ക് നമ്മളെ ഒട്ടും തന്നെ മിസ്സിങ്ങോ അല്ലെങ്കിൽ നമ്മൾ പോയതിലൊരു നഷ്ടബോധമോ ഒന്നും തന്നെ ഇല്ല. ആ ഒരു വ്യക്തിക്ക് നമ്മളെക്കുറിച്ച് ഒരു നഷ്ടബോധമൊക്കെ വരുന്നെങ്കിൽ അതിന് നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമ്മൾ ഒരു വ്യക്തിയെ ഒരുപാട് സ്നേഹിക്കുന്നു, ഒരുപാട് നമ്മൾ ആ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് പ്രയോറിറ്റിയും നമ്മുടെ സമയവും എല്ലാം തന്നെ നമ്മൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്തു. ആ ഒരു വ്യക്തി മെസ്സേജ് അയച്ചാൽ നമ്മൾ ഉടനെ തന്നെ ചാടി കയറി നമ്മൾ മെസ്സേജ് അയക്കും. ആ ഒരു വ്യക്തി ഒരുപാട് നേരം നമ്മളോട് ചാറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമയം നമ്മളിരിക്കും. പക്ഷെ ആ ഒരു വ്യക്തിക്ക് തിരിച്ച് നമ്മളോട് ഇതൊന്നും തന്നെ ഇല്ല. നമുക്ക് പെട്ടെന്ന് അവർ മെസ്സേജിന് റിപ്ലൈ തരുമോ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം സംസാരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് നമ്മളോട് സംസാരിക്കാൻ പ്രത്യേകിച്ചിട്ടൊന്നും ഇല്ലാതിരിക്കുക, ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുകയും എല്ലാം തന്നെ ഉണ്ടാവും. അവരുടെ ബിസിയും അവരുടെ ഫ്രണ്ട്സുമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടേ നമുക്ക് അവർ മെസ്സേജ് അയക്കുകയും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുള്ളൂ. അത് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻസും വാല്യൂ ആണ് അവർക്ക് നമ്മൾ തന്നിട്ടുള്ളൂ. അതാണ് അതിൽ കാണാൻ സാധിക്കുക. നമ്മൾ ഒരുപാട് സ്നേഹിച്ച് ആ ഒരു സമയത്തിപ്പോൾ അവർ നമ്മളെ ഇട്ടിട്ട് പോയി. ആ ഒരു സമയം നമ്മൾ ഒരുപാട് വിഷമത്തിലായിരിക്കും. നമ്മൾ നേരാവണ്ണം ഫുഡൊന്നും കഴിക്കാതെ, നമ്മുടെ ആരോഗ്യം കാര്യങ്ങളൊന്നും നോക്കാതെ, നമ്മുടെ ഫ്രണ്ട്സായിട്ടോ ഫാമിലി ആയിട്ടോ ഒന്നും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കാതെ, നമ്മൾ ഭയങ്കര ഷോക്ക് അടിച്ച് നമ്മളൊരു കരഞ്ഞ് അങ്ങനെ ഒരു ഇതിലായിരിക്കും. നമ്മുടെ ക്യാരക്ടറും ആറ്റിറ്റ്യൂഡും എല്ലാം തന്നെ നമ്മൾ മാറിയിട്ടുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ ഒരുപാട് സ്നേഹം കൊടുത്തിട്ടും അവർ നമ്മളെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരിക്കുക? എന്തെന്ന് വെച്ചാൽ അവർ ഒരുപാട് നമ്മളെ സ്നേഹിച്ചിട്ടില്ല എന്നാണ്. നമ്മൾ ഒരുപാട് സ്നേഹം അങ്ങോട്ട് കൊടുത്തപ്പോൾ അവർക്ക് നമ്മളോട് സ്നേഹിക്കാൻ സമയം കിട്ടിയില്ല. നമ്മളെല്ലാത്തിനും നിന്ന് കൊടുക്കുകയാണ്. നമ്മളെ ഇന്ന് മിസ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ വാല്യൂ ഒന്ന് മനസ്സിലാക്കാനോ നമ്മളൊരു സന്ദർഭം പോലും അവർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അവർക്ക് പെട്ടെന്ന് ചാടിക്കയറി മെസ്സേജ് അയക്കും, പെട്ടെന്ന് തന്നെ റിപ്ലൈയും കാര്യങ്ങളും എല്ലാം തന്നെ കൊടുക്കും. എല്ലാ കാര്യത്തിനും ഞാൻ റെഡി എന്ന് പറഞ്ഞ് നമ്മൾ മുന്നിൽ നിൽക്കും. അതൊന്നും അല്ലാതെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമ്മളൊരു 1 അവറെങ്കിലും നമ്മൾ അവർക്ക് മെസ്സേജ് അയക്കാതിരിക്കുക. നമ്മളും കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ കാണാമെന്ന് പറയാം. നമ്മുടെ വാല്യൂ നമ്മളെ എത്രത്തോളം അവർ മിസ്സിങ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ കുറച്ച് നേരം മാറി നിൽക്കാൻ ശ്രമിക്കുക. നമ്മൾ നമ്മുടെ വർക്കും കാര്യങ്ങളിലും നമ്മൾ എൻഗേജ്ഡ് ആവാൻ ശ്രമിക്കുക. അവർ വിളിക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ കുറച്ച് ബിസിയാണ്, നമുക്ക് വർക്ക് ഉണ്ടായിരിക്കും, ആ ഒരു സമയം അതെല്ലാം തന്നെ മാറ്റി വെച്ച് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. പറഞ്ഞു വരുന്നത്, നമ്മൾ ഓവർ സ്നേഹവും നമ്മൾ അവരോട് കാണിക്കരുത് എന്നാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് മാറി നിൽക്കണം നമ്മുടെ വാല്യൂ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ. നമ്മൾ എപ്പോഴും അവർക്ക് ചാടിക്കയറി മെസ്സേജ് അയക്കാതെ, നേരത്തെ പറഞ്ഞ പോലെ അവർ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് മെസ്സേജ് ചാടിക്കയറി അയച്ച് അങ്ങനെയൊന്നും അല്ലാതെ നമ്മൾ കുറച്ച് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ അവർക്ക് മെസ്സേജ് അയക്കാൻ നോക്കുക. അപ്പോൾ അവർക്ക് മിസ്സിങ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്ക് നമുക്ക് എത്രത്തോളം വാല്യൂ അവർ തരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ഒന്നും ഇടപഴകാതെ നമ്മൾ ഒതുങ്ങിക്കൂടുന്ന ആ ഒരു പരിപാടി നമ്മൾ മാറ്റി വയ്ക്കാൻ ശ്രമിക്കുക. നമ്മൾ ഒരുപാട് കരഞ്ഞിരിക്കാതെ, നമ്മൾ ഒരുപാട് ഷോക്ക് അടിച്ചിരിക്കാതെ, അവരില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും എന്ന് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കണം. ഇത്ര കാലം ഞാൻ എൻ്റെ സ്നേഹം കൊടുത്തത് ഒരു അർഹിക്കാത്തൊരു വ്യക്തിക്കാണ് എന്ന് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് മറ്റാരും പറഞ്ഞിട്ടല്ല, നമ്മൾ സ്വയം തന്നെ നമ്മൾ മോട്ടിവേറ്റ് ആവാൻ ശ്രമിക്കുക. മറ്റുള്ളവർ പറഞ്ഞല്ല നമ്മൾ നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കേണ്ടത്. നമ്മൾ ഇത്രയും കാലം കൊടുത്തിരുന്നത്, നമ്മുടെ സ്നേഹം കൊടുത്തിരുന്നത് അത് അർഹിക്കാത്തൊരു വ്യക്തിക്കായിരുന്നു എന്ന് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. നമ്മൾ അടിപൊളിയായിരിക്കാൻ ശ്രമിക്കുക. അവരില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും എന്ന് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കണം. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരില്ലെങ്കിൽ നമ്മുടെ ലൈഫ് തന്നെ സ്റ്റോപ്പായി എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് നമ്മുടെ ലൈഫ് ഗോൾസും നമ്മുടെ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് നമുക്ക് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ ബ്യൂട്ടിയിൽ ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുന്ന ഒരാളാണെങ്കിൽ ആ ഒരു രീതിക്ക് തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്യുക. എന്തിനാണ് നമ്മൾ ഒരുപാട് ഷോക്ക് അടിച്ച് ആ ഒരു രീതിക്ക് ഇരിക്കുന്നത്? നമ്മുടെ കാര്യങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. പിന്നീട് അവരുടെ ഫ്രണ്ട്സോ അവരോ നമ്മളെ കാണുമ്പോൾ പറയും, ഇതൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കോലം മാറും, നമ്മൾ ആകെ ഒരു ഡെസ്പായിട്ടുള്ള പോലെ തന്നെ മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യും. പിന്നീട് എപ്പോഴെങ്കിലും അവരോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ടോ നമ്മളെ കാണുകയാണെന്നുണ്ടെങ്കിൽ പറയും, ഞാൻ പോയപ്പോൾ അവൻ്റെ കോലം നോക്ക്, എൻ്റെ സ്നേഹം കുറഞ്ഞപ്പോൾ അവൻ്റെ ലുക്കിലും കാര്യങ്ങളൊക്കെ മാറ്റം വന്നത് കണ്ടോ, അതെൻ്റെ സ്നേഹം കുറഞ്ഞുകൊണ്ടാണ്, ഞാൻ അത്രയും അവനെ നോക്കിയിരുന്നു,
അതേപോലെ തന്നെ അവളുടെ കാര്യത്തിലാണെങ്കിൽ അവളുടെ കോലവും കാര്യങ്ങളൊക്കെ നോക്ക്, അങ്ങനെയൊക്കെ ആയിരിക്കും പറയാം. അവരുടെ ഫ്രണ്ട്സും അവരും നമ്മളെ കളിയാക്കുകയാണ് ചെയ്യുക. അപ്പം നമ്മൾ ആരായി? നമ്മളൊരു പൊട്ടനെ പോലെയായി. നമ്മൾ അത്രയും സ്നേഹവും കാര്യങ്ങളും അവർക്ക് കൊടുത്ത്, അത്രയും നമ്മുടെ സമയവും ഒരു വാല്യൂവും എല്ലാം തന്നെ നമ്മൾ അവർക്ക് കൊടുത്ത് പിന്നീട് നമ്മളെ ഹേർട്ടാക്കി അവർ ഒരുപാട് ഹാപ്പി ആവുകയാണ് ചെയ്യുക. അപ്പം അതുകൊണ്ട് നിങ്ങൾ മാറണം. അവരുടെ ഫ്രണ്ട്സ് വന്ന് പിന്നീട് ഒരിക്കൽ പറയണം, നോക്കൂ നീ പോയപ്പോൾ അവൻ്റെ ലൈഫ് കണ്ടോ, മാറിയത് കണ്ടില്ല, അവൻ്റെ സൗഭാഗ്യം എപ്പോഴാണ് ഉണ്ടായത്. അപ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് തന്നെ തോന്നണം, ഞാൻ മാറണ്ടായിരുന്നു, മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു, വേണ്ടായിരുന്നു എന്നെല്ലാം തന്നെ തോന്നും. അവർ ഒരുപാട് സെറ്റപ്പ് ആയി നല്ല സക്സസ്സിലേക്കൊക്കെ എത്തുമ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് തീർച്ചയായിട്ടും തോന്നും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു എന്നെല്ലാം തന്നെ ആ ഒരു പെൺകുട്ടിക്ക് തോന്നും. അതേപോലെ തന്നെ നമ്മളൊരു റിലേഷൻഷിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ആ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഒരു അസൂയും കാര്യങ്ങളൊക്കെ തോന്നും. പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് നമ്മൾ റിപ്ലൈ പോലും കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ആ ഒരു വ്യക്തി പോയി നമ്മുടെ ലൈഫ് തന്നെ ഇനി മുന്നോട്ട് പോവില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഒരുപാട് ഷോക്ക് അടിച്ചിരിക്കാതെ നമ്മൾ നമ്മുടെ ലൈഫ് ഗോൾസും നമ്മുടെ കാര്യങ്ങളും മനസ്സിലാക്കി നമ്മൾ നമ്മുടെ ലൈഫ് സക്സസ്സിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുക. ആ ഒരു വ്യക്തി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും എന്ന് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. നഷ്ടപ്പെട്ടത് അവർക്കാണ് എന്ന് മനസ്സിലാക്കണം നമ്മൾ. അത് നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം തന്നെ മറ്റുള്ളവർ പറഞ്ഞല്ല നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്. നമ്മൾ സ്വയം മോട്ടിവേറ്റ് ആവാൻ ശ്രമിക്കുക. നമ്മൾ ഇത്രയും കാലം സ്നേഹം കൊടുത്തിരുന്ന അർഹിക്കാത്തൊരു വ്യക്തിക്കായിരുന്നു എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഇത് ചെയ്ത് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ സക്സസ്സിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ്സ് ഞാൻ താഴെ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ്സ് ആയി അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.